ഹലോ, നമ്മളിപ്പോൾ കുറേ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ വന്ന മാറ്റങ്ങളെപ്പറ്റി. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ടാണ് ടെസ്റ്റ് പാസ്സായത്. അപ്പോൾ എന്തൊക്കെ മാറ്റം വന്നു എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇത് കുറേ ദിവസത്തെ മൊമെൻറ്റ്സ് ഒരുമിച്ചെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിക്കാൻ പോകുന്ന ഡേയിലുള്ള വീഡിയോ ആണ്. ഇതിന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് പാലക്കാട് പോയ സമയത്ത് ഞാൻ വെറുതെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ വന്ന് സ്റ്റിയറിങ് പഠിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ വിചാരിച്ചു എവിടെ വിടാം എന്ന് തോന്നി വിട്ടതാണ്. എനിക്ക് തീരെ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം കുറേ നാളുകൊണ്ട് വീട്ടുകാരിങ്ങനെ പുഷ് ചെയ്തിട്ട് ഞാൻ പോവാതിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേർന്നു. ഇത് ഞാൻ പോകുന്ന വഴിയാണ് കേട്ടോ. എൻ്റെ വീടും ക്ലാസ്സും തമ്മിലൊരു 10 മിനിറ്റത്തെ വോക്കബിൾ ഡിസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയ സമയത്ത് അവിടെ ഒരു അണ്ണാനുണ്ട് കേട്ടോ, ദിവസം അവിടെ വരുന്ന ഒരാൾ. അപ്പോൾ ഇതെൻ്റെ 2 വീലർ ടീച്ചറാണ്, ഇതെൻ്റെ 4 വീലർ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. രണ്ടുപേരും നല്ല രീതിയിൽ നമ്മൾ പഠിപ്പിക്കും കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ എൻ്റെ ലേണേഴ്സ് ടെസ്റ്റിൻ്റെ ഡേറ്റായി. ലേണേഴ്സ് എക്സാം എഴുതാൻ വേണ്ടി ഞാൻ തൃശ്ശൂരാണ് കേട്ടോ ഇത് പഠിച്ചത്. അപ്പോൾ ഞാൻ RTO ഓഫീസിലോട്ട് പോയി. ആ സമയത്ത് അവിടെ വലിയ ക്യൂ കേട്ടോ. പക്ഷേ ദൈവമേ, ഇനി ചിലപ്പോൾ ഈ ടെസ്റ്റ് മാറുന്നു എന്നൊക്കെ കേട്ടോണ്ട് ആൾക്കാർ വന്നതായിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഫോൺ നോക്കിയിരുന്നൊക്കെ പഠിക്കുന്നുണ്ട്. ഞാനൊരു PDF ഒക്കെ പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് പേടിയായി, കാരണം വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമോ, നമ്മൾ ഫസ്റ്റാണ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു, പാസ്സായി. ലേണേഴ്സ് അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റ് എടുത്തു. ഇന്ന് ആണ് കേട്ടോ എൻ്റെ ടെസ്റ്റ്. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചക്കത്തേക്കും ഇഡ്ഡലിയാണ് ഉണ്ടാക്കി വെച്ചത്. കാരണം ചോറ് വയ്ക്കാനുള്ള സമയമൊന്നുമില്ല. 5-5:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് പോയി. അങ്ങനെ ഞാൻ ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തന്നെ കൊണ്ടുപോകും കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഉള്ള ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് ട്രയൽ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. പല സ്കൂളിലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇനിയുള്ള വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മൾ ആ ടെൻഷനിൽ നിൽക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങി, ഞാൻ പാസ്സായി. ഇപ്പോൾ ഒന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. പണ്ടത്തെ അതേ പ്രൊസീജിയർ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. എല്ലാവരും ലൈസൻസ് എടുക്കാനുള്ളവർക്ക് എത്രയും പെട്ടെന്നൊക്കെ എടുക്കുക. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ബൈ.